SSLC പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥിയെ അനുമോദിക്കുന്നതിന് ചേർന്ന യോഗത്തിൽ ചെയ്യുന്ന അനുമോദന പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവർകളെ, അഭിവന്ദരെ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് നമ്മുടെ പഞ്ചായത്തിലെ 5 ഹൈസ്കൂളുകളിൽ നിന്നുമായി 500-ലധികം കുട്ടികളാണ് ചേർന്നിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ A+ ഗ്രേഡ് നേടിയ 1-ാം സ്ഥാനത്തെത്തിയ ശ്രീ ജയകുമാർ നമ്മുടെ വിദ്യാലയത്തിൻ്റെ യശസ് ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇത് നിസ്സാരമായ കാര്യമല്ല. കാരണം ഗവൺമെൻറ് സ്കൂളുകളിലെ അധ്യയന നിലവാരം മോശമാണെന്ന ധാരണ പലർക്കുമുണ്ട്. ആ ധാരണയോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ഈ നേട്ടം. ഈ പ്രശസ്തമായ വിജയത്തിൽ ഈ സ്കൂളിലെ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ്. പുതിയ രീതിയിലുള്ള പഠന സമ്പ്രദായത്തിൽ ആവശ്യമായ പരിശീലനം ലഭിച്ചവരാണ് ഇവിടുത്തെ അധ്യാപകർ. അവർക്ക് ലഭിച്ച അറിവ് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുകയും പരമാവധി ശ്രമിച്ചിരിക്കുന്നു. അതിന് തെളിവാണ് ഈ വിജയം. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. ജയകുമാറിൻ്റെ മാതാപിതാക്കൾ നമുക്കെല്ലാം സുപരിചിതരാണ്. തൻ്റെ മകനെ പരിസരങ്ങളിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ എയ്ഡഡ് സ്കൂളുകളിലോ വിടാതെ സർക്കാർ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ച ശ്രീ രാജൻ അവർകളെയും തീർച്ചയായും അഭിനന്ദനത്തിന് അർഹനാണ്. അദ്ദേഹം ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും എൻ്റെ പഴയകാല സുഹൃത്തുമാണ്. മിസ്റ്റർ രാജനും ശ്രീമതി ജഗദമ്മയും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഭാഗ്യവന്തം പ്രസയുക്തേ മാ ശൂരം മാച പണ്ഡിതം എന്ന് കുന്തിദേവി പാഞ്ചാലിയോട് പറയുന്നുണ്ട്. അതായത് ഭാഗ്യവാന്മാരായ മക്കളെ പ്രസവിക്കണം. പരാക്രമിയോ പണ്ഡിതനെയോ പ്രസവിച്ചിട്ട് കാര്യമില്ല. സ്വന്തം അനുഭവം കൊണ്ടാണ് കുന്തിദേവി ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ മകൻ ഭാഗ്യവാനാണ്. അവന് ജന്മം നൽകിയ നിങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുമോദിക്കുന്നു. ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾ പിടിച്ചുപറ്റുന്ന വിദ്യാർത്ഥിയാണ് ജയകുമാർ. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ചിട്ടയോട് കൂടിയ പഠനവും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമുള്ള പങ്കാളിത്തവുമാണ് ജയകുമാറിന് ഈ വിജയം നേടിക്കൊടുത്തത്. ഒട്ടും അതിശയോക്തി കൂടാതെ തന്നെ പറയട്ടെ, ഒരു മാതൃകാ വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ശ്രീ ജയകുമാറിൽ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ട ജയകുമാർ, താങ്കളെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. ഇത് ആദ്യ വിജയമായി കണക്കാക്കുക. ഭാവിയിൽ ഇതുപോലെയുള്ള അനേകം വിജയപീഠങ്ങൾ താങ്കളെ കാത്തിരിക്കുന്നുണ്ട്. അനേകം വിജയ സോപാനങ്ങൾ ചവിട്ടിക്കയറി ഈ നാടിൻ്റെ മഹാനായ പുത്രനായി ഉണർന്നു വരുവാൻ ഈശ്വരൻ താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.